ഈ ആങ്സൈറ്റി ഉള്ള പേഷ്യൻസിൽ TMJ പെയിൻ ഉണ്ടാവും. ഡെഫിനിറ്റ് ആയിട്ടും ഉണ്ടാവും. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്ട്രെസ്സിനെ കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ സ്ട്രെസ്സിനെ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് TMJ ആൻഡ് TMJ മസിൽസ്. അപ്പോൾ ഡെഫിനിറ്റ് ആയിട്ട് ആങ്സൈറ്റി ഉള്ള ആളുകളിൽ ഈ ജോ ക്ലെഞ്ചിങ് ഉണ്ടാവാറുണ്ട്, ഗ്രൈൻഡിങ് ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് അവിടെയുള്ള മസിൽസ് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് ഒരു ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിൽ ഇരിക്കാറുണ്ട്. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് കാര്യമായിട്ടുള്ള പെയിൻ, ഡിസ്കംഫർട്ട്, ഹെഡ് ഏക്സ് ഇതെല്ലാം ഉണ്ടാവും. ചില സമയത്ത് ആങ്സൈറ്റി വരുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വേറെ സ്ട്രെയിൻ ഇല്ലെങ്കിൽ പോലും പെയിൻ ഉള്ളതായിട്ട് ഫീൽ ചെയ്യാനും പറ്റും. ഇതിനൊക്കെ നമ്മൾ സൈക്കോസൊമാറ്റിക് പെയിൻ എന്നാണ് പറയുക. നമ്മുടെ ആങ്സൈറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബോഡിയിൽ പെയിൻ ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. ഇതിനെ നമ്മൾ ഒരു മൾട്ടി ഫേസറ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അതിന് നമ്മൾ ആദ്യം അതിന് ആങ്സൈറ്റിയുടെ ട്രീറ്റ്മെന്റ് ആദ്യം ചെയ്യുക, സ്ട്രെസ് കുറയ്ക്കുക. എന്നാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിൽ പെയിൻ റിലീഫ് കിട്ടുന്നതായിരിക്കും. എന്നാൽ ചില സിറ്റുവേഷൻസിൽ TMJ ഇത് ഡയറക്റ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ TMJ ട്രീറ്റ്മെന്റ് കൂടെ ഇതിൽ ഇൻവോൾവ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്.